കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. അവിടെ ഒരു പുതിയ ഷൂ കടയുടെ ഉദ്ഘാടന ചടങ്ങിനിടെ വലിയ സംഘർഷമുണ്ടായിട്ടുണ്ട്. ₹1 ഷൂ ഓഫർ കണ്ട് 100 കണക്കിന് ആളുകളാണ് കടയിൽ തടിച്ചുകൂടിയത്. ഇതോടെയാണ് കടയുടെ മുന്നിൽ ഉന്തും തള്ളും ഉണ്ടായത്. ഇതോടെ പോലീസ് ലാത്തി വീശുന്നൊരു സാഹചര്യമാണ്. ഈ ഒരു പുതിയ കടയുടെ മുന്നിൽ നിന്ന് സലാം മുഹമ്മദ് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകാനായി. സലാം, ₹1 ഷൂ എന്നൊക്കെ പറയുമ്പോൾ സാധാരണയായി എല്ലാവരും അവിടെ എത്തുമെന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഇത് വലിയൊരു സംഘർഷത്തിലേക്കും ലാത്തി വീശലിലേക്കും കാര്യങ്ങൾ പോയത് എങ്ങനെയാണ്? പോലീസിന് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം വലിയ തിരക്ക് അനുഭവപ്പെട്ടതോടുകൂടിയാണ് ഈ കുട്ടികളൊക്കെ വലിയ രീതിയിൽ, അതായത് 5 മണിക്കൊക്കെ തന്നെ ഇവിടെ തടിച്ചുകൂടിയ സ്ഥിതി ഉണ്ടായതോടുകൂടിയാണ് പോലീസിന് ലാത്തി വീശേണ്ടി വന്നത്. ആ രീതിയിൽ വലിയ തിരക്ക് തന്നെയാണ് ഈ സമയം വരെ അനുഭവപ്പെട്ടിരുന്നത്. ഇപ്പോൾ പോലീസ് കുറെ കൂടി ഇടപെട്ട് കുട്ടികളെ ഇവിടെ നിന്നും മാറ്റാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും വലിയൊരു തട്ടിപ്പല്ല, അല്ലെങ്കിൽ ആ ഒരു കടയുടെ പരസ്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ സാധാരണഗതിയിൽ ഈ കടയുടമകൾ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ കടയുടമകൾ ചെയ്തതോടു കൂടിയാണ്. എവിടെ വന്നാ? പള്ളിക്കുന്ന്. എത്ര മണിക്ക് എത്തി? ഞാൻ രാവിലെ 9 മണിക്ക് രാവിലെ എത്തി. ഇവിടെ ₹1 കൊടുത്താൽ ഫ്രീ ഷൂ കിട്ടുന്നു. ഷൂ കിട്ടും. പൈസ ഇല്ല കൾച്ചറായിട്ട് ബേപ്പൂരിന്ന് 5 മണിക്ക് വന്നിരിക്കണം. അവിടെ 4 മണിക്ക് ഫുൾ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു നമ്മളോട്. പിന്നെ കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് തരാൻ പറഞ്ഞു. പിന്നെ ആളെ ഒരു അഡ്രസ്സും ഇല്ല. ആളെ പറ്റിച്ചിട്ട് നമ്മളെ ഇവിടെ വെറുതെ നിർത്തിയ പോലെ ഉണ്ട്. ഇപ്പോൾ പോലീസ് ഓടിപ്പിച്ചോ? ഇല്ല, നമ്മൾ പിന്നെ അങ്ങോട്ട് ബാങ്ക് കയറി നിൽക്കണം. അവരോട് കഥയൊക്കെ പറഞ്ഞിങ്ങനെ നല്ല അവിടെ കയറി നിന്ന് അങ്ങനെ പല കൺട്രോൾ മാറ്റിയെടുത്ത്. ഞാൻ അത്തോളിന്ന് അല്ല 7 മണിക്ക് വന്നതാണ്. അവർ പോലീസുകാർ ഓടിച്ചു. പക്ഷെ ഓടി ഷോപ്പിലൊക്കെ കയറി നിന്ന് കുഴപ്പമില്ല. രാവിലെ നല്ല തിരക്കായിരുന്നു. 7 മണിയപ്പോൾ തിക്കും തിരക്കായിട്ട് മുന്തൊക്കെ ആയിരുന്നു. അന്നേരം തന്നെ പോലീസ് വന്ന് എല്ലാവരും ഓടിക്കാനൊക്കെ തുടങ്ങി. ഞാനിപ്പോൾ പന്തിരങ്ങ പോയി. ഷൂ എവിടെ ഇട്ടാനി? ഇത് എല്ലാവർക്കല്ലേ?